നമസ്കാരം. തിരുവനന്തപുരം ആനയറ മുള്ളൂർ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന വിഷ്ണു ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ ലഭ്യമാകുന്നത്. അതായത് ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സംശയിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ അതിപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ശ്രീ വിഷ്ണു തിടപ്പള്ളിയോട് ചേർന്നുള്ള ഇടത്ത് ആത്മഹത്യ ചെയ്തത്. ഇത് വലിയ രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകമാനം ചർച്ചയാകുന്നു. കേരളം മുഴുക്കിയും ഇത് ചർച്ച ചെയ്തു വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. അതായത് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിൽ എത്തുകയും കടകംപള്ളി സുരേന്ദ്രൻ അവിടെ പോറ്റിയിൽ നിന്ന് മേൽശാന്തിയിൽ നിന്ന് തീർത്ഥം വാങ്ങുകയും ചെയ്തു. തീർത്ഥം വാങ്ങിയതിന് ശേഷം ആ തീർത്ഥത്തെ അപമാനിക്കുന്ന തരത്തിൽ കൈ കഴുകാൻ ലഭിച്ച വെള്ളം എന്നോണം അത്തരത്തിൽ ഒരു രീതിയിൽ പെരുമാറുകയാണ് ചെയ്തത്. കൈ കഴുകി താഴെ ഒഴിക്കുകയാണ് ചെയ്തത്. ഇത് പോറ്റി ചോദ്യം ചെയ്തു. അതിനുശേഷം അത് അദ്ദേഹം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും അദ്ദേഹം പോയതിന് ശേഷം അവിടെ വന്ന ഭക്തജനങ്ങളോട് ഇത് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് നേരെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ അറിഞ്ഞു. കമ്മിറ്റി അംഗങ്ങൾ അറിഞ്ഞ ശേഷം ഈ മേൽശാന്തിയോട് ഈ വിഷയം വന്ന് സംസാരിക്കുകയും വിഷ്ണു ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇത് കളവാണ് എന്ന് ജനങ്ങളോട് പറയണം എന്ന് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിക്കുകയായിരുന്നു. നിർബന്ധിച്ചതിന് ശേഷം ആ സമ്മർദ്ദം താങ്ങവയ്യാതെ അദ്ദേഹം കളവാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി. അങ്ങനെ സമ്മർദ്ദം ചെലുത്തി മാപ്പപേക്ഷിപ്പിച്ചു. അതിനുശേഷം പുറത്തെഴുന്നള്ളിപ്പ് ചടങ്ങിലൊന്നും വിഷ്ണുവിനെ ക്ഷേത്രത്തിൽ കമ്മിറ്റിക്കാർ ഇടപെട്ട് അദ്ദേഹത്തിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് ശ്രീ വിഷ്ണു ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യവും കൂടി ഇടതുപക്ഷത്തിൻ്റെ കമ്മിറ്റിക്കാർ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തത് അദ്ദേഹത്തിനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നാണ്. കഴിഞ്ഞ 15 വർഷത്തോളം അവിടെ പ്രവർത്തിക്കുന്ന വിഷ്ണുവിനെ ഈ രീതിയിലൊക്കെ അപമാനിക്കുന്നതിന് ഒരു കാരണവുമില്ല, ഒരു ന്യായീകരണവും അതിന് നടത്തുവാനും സാധിക്കില്ല. എന്തിനാണ് ഇത്തരത്തിൽ അവർ ചെയ്തത് എന്നുള്ളത് നാളെ ജനത്തോട് പറയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ മുന്നേയും ഈ രീതിയിൽ തന്നെയാണ് ഹിന്ദു ആരാധന മൂർത്തികളോട് പെരുമാറിയിട്ടുള്ളത്. ശബരിമല പോയതിന് ശേഷം പോലും അവിടുത്തെ അയ്യപ്പനെ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറുകയുണ്ടായത്. ഈ രീതിയിൽ തന്നെ തീർത്ഥം കഴുകിക്കളയുകയും മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തതായിട്ട് പോലും ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെ ഹിന്ദു ധർമ്മത്തിൻ്റെ ആരാധനാമൂർത്തികളോട് എന്തിനാണ് ഇടതുപക്ഷത്തിന് ഇത്ര ദേഷ്യമെന്ന ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. നേരത്തെ ഗുരുവായൂരിലൊക്കെ പോയതിനു ശേഷം പിണറായി വിജയൻ അവിടെയാണോ ദേവൻ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ അവിടുത്തെ ഭക്തജനങ്ങളോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം നിന്ന ആൾക്കാരോട് ചോദിക്കുകയുണ്ടായി. എന്തിനാണ് ഈ രീതിയിൽ ഹിന്ദു ദേവതകളോട് എന്താണ് ഇടതുപക്ഷത്തിന് ഇത്ര ദേഷ്യമെന്ന് എത്ര ആലോചിച്ചിട്ടും മതിയാകുന്നില്ല. ഗണപതി മിത്താണ്, അയ്യപ്പൻ മിത്താണ്, മിത്തല്ലാതെ പിന്നെ വേറെന്താണ് പറയുക എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നു. ശബരിമലയുടെ ആചാര ലംഘനത്തോട് കൂട്ടുനിൽക്കുവാൻ തയ്യാറാകുന്നു. അവിടെ ബിന്ദു അമ്മിണിമാരെയും മറ്റാൾക്കാരെയും ഒക്കെ കയറ്റിവിടുന്നു. ഇവിടെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒത്താശയും ഒക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ വലിയ വെട്ടിലായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിലാണ് ശബരിമലയെ സംബന്ധിച്ച ഇടതുപക്ഷം നൽകിയ സത്യവാങ്മൂലത്തെ പറ്റിയുള്ള ഒരു ചോദ്യം ഉയർന്നു കേൾക്കുന്നത്. ആ സത്യവാങ്മൂലം ഉടൻ അടി തിരുത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായപ്പോൾ ആ ചോദ്യം അതവിടെ തന്നെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരോട് ചോദിച്ചതിന് ശേഷം വിവരം പറയാം. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു പോകും. വിജയിക്കുകയാണെങ്കിൽ സ്വതന്ത്രമായി ഇത് തിരുത്തുകയും ചെയ്യാം. അതായത് 5 വർഷത്തോളം വീണ്ടും ഈ കാര്യം നീട്ടിക്കൊണ്ടു പോകുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഭക്തജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കും. അത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം അതിൽ നേരത്തെ കൈപൊള്ളിയത് കൊണ്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഇടതുപക്ഷത്തിൻ്റെ മോശമായ പെർഫോമൻസിന് കാരണവും ശബരിമലയിൽ അവർ നടത്തിയ ഇത്തരം കാര്യങ്ങളായിരുന്നു. അപ്പോൾ ശബരിമല വിഷയത്തിൽ ആദ്യം കൈപൊള്ളിയതിനെ തുടർന്നാണ് പിന്നീട് ഇടതുപക്ഷം അവരുടെ പ്ലേറ്റ് ഒന്ന് മറിച്ചടിക്കാൻ തുടങ്ങിയത്. അവിടെ സ്ത്രീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലായിട്ട് അവരുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്
പാരമ്പര്യ വിശ്വാസത്തിന് നിരക്കുന്ന തരത്തിലായിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡിലേക്കൊക്കെ പിന്നീട് ഇടതുപക്ഷം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം തന്നെയായിരുന്നു. ആ പരാജയം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് സത്യവാങ്മൂലം തിരുത്താൻ വേണ്ടിയൊന്നും ഇടതുപക്ഷം പോകാത്തത്. അതല്ലെങ്കിൽ ഇടതുപക്ഷം എന്നേ ഈ കാര്യം ചെയ്തേനെ എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ആനയറ ക്ഷേത്രത്തിൽ മേൽശാന്തിക്ക് നേരെയുള്ള ഈ അതിക്രമത്തെ ഒരിക്കലും ഹിന്ദു ധാർമ്മികർക്ക്, ഹിന്ദു വിശ്വാസികൾക്ക് പൊറുക്കുവാൻ കഴിയുകയില്ല. നേരത്തെയും ഇതേപോലെ ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് മേൽശാന്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സംഭവമൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരാളും ചെയ്യുന്നതല്ല, ഒരു സർക്കാരും അതിന് അനുവദിക്കുന്നതല്ല. ഇത് ഇടതുപക്ഷ സർക്കാർ നൽകിയ ഒരു പിന്തുണയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ശബരിമലയുടെ തന്ത്രിയെ അപമാനിക്കുക, സഖാക്കന്മാർ തെറ്റു ചെയ്തതിന് ശേഷം തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക, അങ്ങനെ പല കാര്യങ്ങളും, പല രീതിയിലുള്ള ഗൂഢാലോചനകളും അദ്ദേഹത്തിൻ്റെ പേരിൽ എടുക്കുക, നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു പോലും അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തിനാണ് ഈ ഹിന്ദു ധർമ്മത്തിന് നേരെ ഈ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പലപ്പോഴും ഒരു ഹിന്ദു വിശ്വാസിക്കും പിടികിട്ടില്ല. കാരണം എന്തിനാണ് ഈ മറ്റ് മതങ്ങൾ പോലെ, മറ്റ് മതങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യം പോലെ ഹിന്ദു ധർമ്മ വിശ്വാസികൾക്കും സ്വാതന്ത്ര്യമില്ലേ? ഈശ്വര വിശ്വാസം അവരുടെ രീതിയിൽ നടത്തുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട്. എന്നിട്ടും എന്തിന് ഈ രീതിയിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അത് നിസ്സാരമായ ചിലപ്പോൾ ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരിക്കും. ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ ചിലപ്പോൾ ചില വോട്ടൊക്കെ വീണ് കിട്ടുമായിരിക്കും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം കോലാഹലങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വലിയ തിരിച്ചടിക്കാണ് ഇടതുപക്ഷം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നേരത്തെ ശബരിമലയെ തൊട്ടുകളിച്ചപ്പോൾ കിട്ടിയ അടിയേക്കാൾ വലുതായിരിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ്. ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ കയറി പറ്റുന്നത്? അവർക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാത്തതുപോലെ ക്ഷേത്രത്തിന് പുറത്ത് നിന്ന് മറ്റാൾക്കാരോടൊക്കെ വോട്ട് ചോദിച്ച് മടങ്ങാമായിരുന്നില്ലേ? എന്തിനാണ് ക്ഷേത്രത്തിൽ കയറിയതിന് ശേഷം അവിടുത്തെ ദേവനെ അപമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലെങ്കിൽ അവിടെ മേൽശാന്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെ മേൽശാന്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട തന്നെ കാര്യമില്ല. അവിടെ പോകുക, ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയെ അപമാനിക്കുക, ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു തിരുത്തൽ കൊടുക്കുന്ന മേൽശാന്തിക്ക് മുകൾ മാനസിക സമ്മർദ്ദം കൊണ്ടുവരിക, ആ രീതിയിൽ അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കിയതിനു ശേഷം ആത്മഹത്യയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുക. എന്ത് മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. മറ്റേതെങ്കിലും മതത്തിനിടയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുമായിരുന്നു. നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അഹോരികൾ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരം വഴി പാസ് ചെയ്ത് നേരെ കന്യാകുമാരിയിൽ പോകുന്ന വഴിയിലാണ് കുറച്ച് അഹോരികൾ തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. അവരെ കാണുവാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ ചെല്ലുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞത്, അവിടുത്തെ സ്ഥാനാർത്ഥിയായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയ ശിവൻകുട്ടി പറഞ്ഞത്, എന്തിനാണ് അഹോരികൾ ഇവിടെ വരുന്നത്? ഇത് മറ്റ് സ്ഥലങ്ങളൊന്നുമല്ല എന്നാണ്. എന്താണ് അഹോരികൾക്ക്, ഹിന്ദു വിശ്വാസികളായ അഹോരികൾക്ക് തിരുവനന്തപുരത്ത് വരുവാനുള്ള ഒരു അവകാശമില്ല എന്നാണോ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തോന്നിയത്? എന്നാൽ മലയാളികൾക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. കാരണം അവർ ഒരു പ്രത്യേക വിശ്വാസ സംഘമാണ്, ഒരു സന്യാസി സമൂഹമാണ്. എന്തിനാണ് അവരെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? നാളെ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും മതവിഭാഗത്തിനിടയിലേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ഹിന്ദു ധർമ്മത്തിനകത്ത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ നിരന്തരം ആക്രമിക്കുന്നത് എന്തിനാണ്? മിത്തായ ദൈവങ്ങളെല്ലാം മിത്ത്, ഹിന്ദുവിൻ്റെ ദൈവങ്ങളെല്ലാം മിത്ത്. ഇനി മറചോദ്യം ഉയർന്നാലോ അവിടെ പറയും അത് വിശ്വാസം, ഇത് മിത്ത്. ഇങ്ങനെ എന്തിനാണ് ഈ ഇരട്ടത്താപ്പുന്നത്? ഇവിടെ കരം കൊടുത്ത് വോട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഹിന്ദുക്കളും. അവരോടുകൂടി തുല്യ പരിഗണനയോടുകൂടി പെരുമാറേണ്ട സർക്കാരാണ് ഇவ்விധം മോശമായിട്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് നേരെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം പൊതുജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.